ശ്രീ ബി എൻ ഹസ്കർ, അതിന് മറുപടിയുണ്ടോ? നേരത്തെ താങ്കൾ പറയുകയുണ്ടായി ചില ഘടകങ്ങൾ എങ്ങനെയാണ് യു ഡി എഫിന് അനുകൂലമാകുന്നത് എന്നുള്ളത്. ഒന്ന്, ഭരണവിരുദ്ധ വികാരം; രണ്ട്, ന്യൂനപക്ഷ ഏകീകരണം എന്ന് പറയുന്നു. പക്ഷെ അത് ന്യൂനപക്ഷ ഏകീകരണമാണോ അതോ ന്യൂനപക്ഷ വർഗീയ ഏകീകരണമാണോ? അവിടെ ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള വർഗീയ ശക്തികളെ, തീവ്ര മതവാദികളെ കൂട്ടുപിടിക്കുന്നു. മുസ്ലിം ലീഗിന്റെ തണലിൽ ജയിക്കാൻ കഴിയുമെങ്കിൽ പരമാവധി ജയിക്കുക, അവരോടൊപ്പം നിൽക്കുക, അവരുടെ താല്പര്യങ്ങൾക്ക്, അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങുക. ഈ നയമൊക്കെ വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെയല്ലേ പോകുന്നത്? പിന്നെ എങ്ങനെയാണ് പറയാൻ കഴിയുന്നത് ഞങ്ങൾ വളരെ വ്യത്യസ്തരാണ് LDF നിന്ന് എന്ന്? രോഹിണി, പ്രിയപ്പെട്ട ദിന്നി ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ച. ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്ര സംഘടന തന്നെയാണ് എന്നുള്ളതിന് അഭിപ്രായ വ്യത്യാസമില്ല. മൗദൂദി ഉയർത്തിയ ആശയത്തിന്റെ തുടർച്ച തന്നെയാണ് കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി, ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി. വെൽഫെയർ പാർട്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നിൽക്കുന്നു. പക്ഷെ നിങ്ങൾ ഈ ആരോപണം ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്നിൽ ഉന്നയിക്കുമ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ജമാഅത്തെ ഇസ്ലാമി നിന്നത് LDF-നൊപ്പമാണ്, ഇടതുപക്ഷത്തോടൊപ്പമാണ്. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ജമാഅത്തെ ഇസ്ലാമി കേരളീയ മുസ്ലിം സമൂഹത്തിലെ സ്വാധീനം എന്ന് പറയുന്നത്, സാന്നിധ്യം എന്ന് പറയുന്നത്, മുസ്ലിങ്ങളുടെ ആകെ തുക എടുത്തു കഴിഞ്ഞാൽ 0.002% കേരളത്തിലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത്. അതായത് 0.002 സാന്നിധ്യമുള്ള ഒരു സംഘടനയാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഒരു നിയമസഭാ മണ്ഡലത്തിൽ 100 വോട്ട് പോലും പരമാവധി സമാഹരിക്കാൻ 140 മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയില്ല എന്ന വസ്തുതയാണ്. ഒരുപക്ഷെ മുസ്ലിം ഭൂരിപക്ഷം പ്രദേശങ്ങളായിട്ടുള്ള മലപ്പുറത്തെയോ കോഴിക്കോടിലെയോ വയനാട്ടിലെയോ ഒക്കെ ഏതെങ്കിലും മണ്ഡലത്തിൽ 3000-നടുത്ത് വോട്ടുകൾ സമാഹരിക്കാൻ ജമാഅത്തെ ഇസ്ലാമിക്ക് കഴിയും എന്നുള്ളതിനപ്പുറം ജമാഅത്തെ ഇസ്ലാമിക്ക് കേരളത്തിന്റെ സാന്നിധ്യം എന്ന് പറയുന്നത് ഒരു മാധ്യമ സ്ഥാപനങ്ങൾ, പത്ര സ്ഥാപനവും ദൃശ്യമാധ്യമ സ്ഥാപനവും എന്നതിനപ്പുറം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ജമാഅത്തെ ഇസ്ലാമി കേട്ടില്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയെ പറഞ്ഞത് BJP അല്ല, ഇത് പറയുന്നത് CPM ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഷ്ടം എന്ന് പറയുന്നത്. CPM ആണ് ഇത് ആദ്യമായി ഉന്നയിക്കുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഐക്യജനാധിപത്യ മുന്നണിക്ക് പിന്തുണ കൊടുത്തു. അതിനേക്കാൾ ഏറ്റവും തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയാണ് SDPI. SDPI പരസ്യമായി കേരളത്തിൽ ഇപ്രാവശ്യം നിലപാടെടുത്ത ആർക്കൊപ്പം? ഒരു മണ്ഡലത്തിൽ ഒരു 25 മുതൽ 30% വരെ സ്വാധീനമുള്ള ഒരു മുസ്ലിങ്ങൾക്ക് സ്വാധീനമുള്ള ഒരു മണ്ഡലത്തിൽ 3000-നും 5000-നും ഇടയ്ക്ക് വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന സംഘടനയാണ് SDPI. ആ SDPI ഇപ്പോ ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുത്തിരിക്കുന്നത്, പരസ്യ നിലപാടെടുത്തിരിക്കുന്നത് കൃത്യമായി ഇടതുപക്ഷത്തിനല്ല. അതുപോലെ തന്നെ SDPI പണ്ടും തരം പോലെ നിൽക്കുന്നതല്ലേ? വിവിധ ജില്ലകളിൽ വിവിധ മുന്നണികൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ SDPI ആർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോലെ അല്ല കേരള സംസ്ഥാനത്ത് നടക്കുന്ന നിയമസഭാ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചു എന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇത് അതുകൊണ്ട് SDPയുടെ പിന്തുണ കേരള പൊതു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം വരുമ്പോൾ അതൊരു വലിയ സ്വാധീനമാണ്. പാലക്കാട് SDPയുടെ സാന്നിധ്യം എത്ര? മാക്സിമം 1000 വോട്ടുകളാണ്. അധികം അവർക്ക് അവിടെ സമാഹരിക്കാനാവില്ല. ആ 1000 വോട്ടുകളിലല്ലല്ലോ രാഹുൽ മാങ്കൂട്ടം വിജയിച്ചു കയറിയത്. അപ്പൊ അതൊരു കണക്ക് പറഞ്ഞ് ഒരു മുസ്ലിം അപരവൽക്കരണത്തിന്റെ തുടർച്ച. ഇത് തുടങ്ങി വെച്ചത് BJP അല്ല. BJP ആണ് ഇത് പറയുന്നതെങ്കിൽ കൃത്യമായി അവരുടെ രാഷ്ട്രീയം വെച്ചിട്ട് അത് പറയുന്നത് പറയാം. രണ്ട്, കേരളത്തിൽ ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത്, നാളെ കേരളം തിരിച്ചറിയാൻ പോകുന്നത് BJPയുടെ കണക്കുകൂട്ടലുകളെ തെറ്റിക്കുന്ന തരത്തിൽ ഇടതുപക്ഷം BJPക്ക് മുമ്പേ തീവ്രമായി ഭൂരിപക്ഷ വർഗീയതയെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിന്റെ തുടർച്ചയാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള വർഗീയ പരാമർശങ്ങളും മലപ്പുറം ജില്ലയെ അപമാനിക്കലടക്കം. ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്നിട്ടും CPM മിണ്ടാതെ നിന്നു എന്നുള്ളതാണ് എന്നെപ്പോലുള്ള ആളുകൾ ഗൗരവപൂർവ്വം പാർട്ടിക്കെതിരെ വിരൽ ചൂണ്ടി പ്രധാന രാഷ്ട്രീയ ആശയ വ്യതിയാനം എന്ന് പറയുന്നത്. അപ്പൊ ആ ആശയ വ്യതിയാനത്തിൽ ഊന്നിന്നുണ്ട്. CPMന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനത്തിന് വിരുദ്ധമായി സംസ്ഥാന സമിതി എടുത്ത നിലപാടായിരുന്നു വെള്ളാപ്പള്ളി നടേശനെ, അത് ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയൻ എടുത്ത നിലപാടായിരുന്നു ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് നിർത്തുക എന്നുള്ളത്. പക്ഷെ CPM കേന്ദ്ര കമ്മിറ്റിക്ക് വ്യത്യസ്തമായ നയമായിരുന്നു ഉണ്ടായിരുന്നത്. 2 കേന്ദ്ര കമ്മിറ്റി രേഖകൾ ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ രേഖകളിലുണ്ട്. പക്ഷെ അതിന് വിരുദ്ധമായി പാർട്ടി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത്. പക്ഷെ കേന്ദ്ര കമ്മിറ്റിക്ക് സംസ്ഥാനത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന നിർഭാഗ്യകരമായ സാഹചര്യമാണുള്ളത്. അപ്പോ അത് ഒന്ന്. BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന ഈ ഭൂരിപക്ഷ വർഗീയത ഉയർത്തിവിടുന്നതിലൂടെ ലഭിക്കാമായിരുന്ന വോട്ടുകൾ പക്ഷേ ഇപ്രാവശ്യം അത് CPM ഏകീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ താമര വിരിയുമെന്ന പ്രതീക്ഷ 34 മണ്ഡലങ്ങളിലാണ് BJP കോൺസെൻട്രേറ്റ് ചെയ്തത്. അതിൽ 4 മണ്ഡലങ്ങളിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു.
ആ സാധ്യതകൾ കൂടി കൃത്യമായി ഇടതുപക്ഷത്തിന് അനുകൂലമായ വോട്ടുകൾ നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഞാൻ പറയാം, കൊല്ലത്ത് ചാത്തന്നൂര് കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. പക്ഷേ ഈ തവണ അവിടെ തുറന്നു തന്നെ ഞാൻ പറയാം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി വിജയിക്കും. പക്ഷേ അതുപോലെ തന്നെ വട്ടിയൂർക്കാവാണ് മറ്റൊരു പ്രതീക്ഷ. അവിടെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. നേമം അവിടെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. കഴക്കൂട്ടം അവിടെ ഐക്യജനാധിപത്യ മുന്നണി ജയിക്കും. അപ്പൊ ഇത് കണക്കുകളിൽ വന്നവർക്ക് എന്തു പറ്റിയെന്ന് വെച്ച് ശ്രീ ഹസ്കർ, ഈ വിലയിരുത്തലുകൾ നടത്തിയപ്പോൾ നേമത്ത് ശബരിനാഥ് എങ്ങനെ ജയിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അത് BJP പിടിക്കുന്ന വോട്ടുകൾക്കൊപ്പം CPM എങ്ങനെയാണ് ശബരിനാഥ് സ്ഥാനാർത്ഥി ആയത് എന്നുള്ള ഒക്കെ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ? ചാവേറാകുകയായിരുന്നു. അല്ല, സ്ഥാനാർത്ഥിത്വം ഏത് രീതിയിൽ വന്നാലും അവിടെ സാഹചര്യമുണ്ട്. പാലക്കാട് ഒരു സാധ്യത ഉണ്ടായിരുന്ന മറ്റൊരു മണ്ഡലമായിരുന്നു. ഞാൻ നമുക്ക് വളരെ രാഷ്ട്രീയം പഠിക്കുന്ന ആളുകൾ എന്ന നിലയിൽ തുറന്നു സമ്മതിക്കുന്നതിന് എനിക്ക് മടിയില്ലാത്ത ആൾ. പക്ഷെ പാലക്കാട് ഏറ്റവും ഒടുവിൽ ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തികൾ മൂലം അവിടെ അവർ നടത്തിയിട്ടുള്ള അമിത അധികാര പ്രയോഗങ്ങൾ മൂലം സ്വാഭാവികമായ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു സ്ഥാനാർത്ഥി ഉണ്ടാവാൻ പാടില്ലാത്ത പെരുമാറ്റ രീതിയൊക്കെ ഉണ്ടായതുകൊണ്ട് അതും ഒരു വിനയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അവിടെ രമേശ് പിഷാരടി 10,000-ലധികം വോട്ടുകൾ കിട്ടി. മഞ്ചേശ്വരത്ത് AK മഷ്റഫ് വളരെ കൃത്യം മാർജിനിൽ ജയിക്കും. ഒരുപക്ഷെ കഴിഞ്ഞ പ്രാവശ്യം 1000-ൽ താഴെ അല്ലെങ്കിൽ 42 വോട്ടിനും 554 വോട്ടിനും ഒക്കെ ജയിച്ചു വന്നിരുന്ന ഈ ഐക്യജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി ഇപ്പോ അവിടെ CPM നിർത്തിയിരിക്കുന്ന, ഇടതുപക്ഷം നിർത്തിയിരിക്കുന്നത് ഹിന്ദു ഭൂരിപക്ഷ സമുദായത്തിൽ നിന്നുള്ളൊരു സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് BJP ചെയ്യുന്നതിനേക്കാളും വളരെ അപകടകരമായ മഞ്ചേശ്വരത്ത് BJP വരാതിരിക്കാൻ ഇടതും വലതും തമ്മിൽ ഒരു കൂട്ടുകെട്ടുണ്ട് എന്നുള്ളതിനോട് എങ്ങനെയാണ് മറുപടി? ഇവിടെ കേരളത്തിൽ ഇപ്രാവശ്യം കൃത്യമായ ഡീലുള്ളത് BJPയും LDFും തമ്മിലാണ്. ആ ഡീലിൽ ആര് മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാളെ അറിയാൻ പോകുന്നത്. അതിൽ കൃത്യമായി BJPക്ക് ലഭിക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ വോട്ടുകൾ ഇടതുപക്ഷത്തിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളതാണ്.